21 വയസ്സുള്ള ഒരു പെൺകുട്ടി സാരി ഉടുത്ത് ഗോഗിൾസ് വെച്ച് വിമാനം ഓടിച്ച കഥയാണിത്. ഇതാണ് സർല ഥക്രാലിന്റെ കഥ. 1930കളിലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് പുറത്തുപോലും പോവാൻ സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സർല ഥക്രാൽ ഈ അച്ചീവ്മെന്റ് നേടിയെടുത്തത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പൈലറ്റുകളിൽ ഒരാളാണ് സർല ഥക്രാൽ. 16 വയസ്സുള്ളപ്പോഴാണ് സർല ഥക്രാലിന്റെ വിവാഹം കഴിയുന്നത്. അന്നത്തെ ഒരു വലിയ സമ്പന്നമായ കുടുംബമായിരുന്നു ഹിമാലയൻ എയർലൈൻസ് റൺ ചെയ്യുന്ന ഫാമിലി. അതിലെ PD ശർമ്മയാണ് ഇവരെ വിവാഹം കഴിച്ചത്. അദ്ദേഹം ഒരു എയർലൈൻ പൈലറ്റാണ്, എയർ മെയിൽ ലൈസൻസ് ഉള്ള പൈലറ്റാണ്. അന്ന് പോസ്റ്റൽ കത്തുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ജോലിയാണ് അദ്ദേഹത്തിന്റെ. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ വളരെ പ്രശസ്തമായ ഒരുപാട് നേതാക്കളെ ഫ്ലൈ ചെയ്ത ഒരാളും കൂടാണ് PD ശർമ്മ. ഇദ്ദേഹത്തിന്റെയും പിതാവിന്റെയും ഹിമാലയൻ എയർലൈൻ കമ്പനിയുടെ ഫൗണ്ടർ ആയിരുന്ന ഇവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് സർല ഥക്രാലിന് അന്നത്തെ ലാഹോർ ഫ്ലൈയിങ് ക്ലബ്ബിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തത്. സർല ഥക്രാലിന്റെ ഫ്ലൈയിങ് ക്ലബ്ബിലെ ഈ പിക്ചർ വളരെ പോപ്പുലർ ആണ്. സാരി ഉടുത്ത് ഗോഗിൾസ് വെച്ച് ഹാവിലൻ ജിപ്സി മോട്ട് എന്ന് പറയുന്ന ഈ എയർക്രാഫ്റ്റിൽ ആണ് ഇവർ ഫ്ലൈയിങ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുത്തെ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയിരുന്ന ദസ്തൂർ ഓർത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. 8 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് ഇവരുടെ ഇൻസ്ട്രക്ഷൻ പൂർത്തിയാക്കിയതും ഇവർ സോളോ ഒറ്റയ്ക്ക് പറക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിയതും. അത് ആ കാലത്ത് വളരെ റെയർ ആയിട്ടൊരു കാര്യമായിരുന്നു. അങ്ങനെ 1000 ഫ്ലൈയിങ് അവേഴ്സ് റെക്കോർഡ് ചെയ്തു സർല ഥക്രാൽ. അങ്ങനെ ആ കാലഘട്ടത്തിൽ A ലൈസൻസ് വലിയൊരു കാര്യമാണ്, അത് നേടിയെടുത്തു. സർല ഥക്രാലിന്റെ അടുത്ത പ്രധാനപ്പെട്ട എയിമായിരുന്നു B ലൈസൻസ്. B ലൈസൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ എയർലൈൻ പൈലറ്റ് ആകാൻ സാധിക്കുന്ന അവർക്ക് അറിയാമായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തു. ആ സമയത്ത് ഭർത്താവായ PD ശർമ്മയോട് റായ് ബഹാദൂർ റൂപ്ചന്ദ്, പിന്നീട് ഒരു അംബാസിഡറായ വ്യക്തി, കളിയാക്കി പറഞ്ഞു, താങ്കൾ ഒരു ബേശരമാണ്, താങ്കൾ ഒരു നാണം കെട്ടവനാണ്. കാരണം താങ്കളുടെ ഭാര്യയെ തല കവർ ചെയ്യാതെ, പഞ്ചാബി ഹെഡ് സ്കാർഫ് കവർ ചെയ്യാതെയാണ് താങ്കൾ വിമാനത്തിൽ ഇരുത്തുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് യാതനകളെല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് വന്നത്. പക്ഷെ 1939 ഏറ്റവും വലിയൊരു സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. PD ശർമ്മ ഒരു എയർക്രാഫ്റ്റ് ക്രാഷിൽ കൊല്ലപ്പെട്ടു. അതോടെ അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നിന്നു. 24 വയസ്സിൽ സർല ഥക്രാൽ ഒരു വിധവയായി. 2 ചെറിയ പെൺകുട്ടികൾ. സാധാരണ ഒരു സ്ത്രീയെ പോലെ സങ്കടപ്പെട്ടിരുന്നില്ല. ലൈസൻസ് Bക്ക് വേണ്ടി പിന്നെയും ശ്രമം നടത്തി. പക്ഷെ 1939 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കകാലമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ഫ്ലൈയിങ് ക്ലബ്സും അടച്ചുപൂട്ടി. ഫ്ലൈയിങ് എവിടെയുമില്ല. അങ്ങനെ സർല ഥക്രാലിന്റെ വലിയൊരു സ്വപ്നം അവിടെ അവസാനിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആൽവാർ എന്ന പ്രിൻസ്ലി സ്റ്റേറ്റിലെ മഹാറാണി ഇവർക്കൊരു പേഴ്സണൽ പൈലറ്റിന്റെ ജോലി കൊടുത്തു. പക്ഷെ അതും ഇവർക്ക് കിട്ടിയില്ല. അങ്ങനെ കാലം കടന്നുപോയി. 1947 ശേഷം ലാഹോറിൽ നിന്നും സർല ഥക്രാൽ ഡൽഹിയിലേക്ക് തിരിച്ചു വന്നു. ജീവിതത്തിന്റെ രണ്ടാം ഇന്നിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം ഒരു ഫാഷൻ ഡിസൈനർ, കോസ്റ്റ്യൂം ജ്വല്ലറി ഡിസൈനർ എന്ന രൂപത്തിൽ. അവരുടെ കോസ്റ്റ്യൂം ജ്വല്ലറി എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ വളരെ പോപ്പുലറായി മാറി. നെഹ്റുവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇവരുടെ ഏറ്റവും ഫേമസ് ക്ലയന്റായി മാറി. അങ്ങനെ 92 വയസ്സിൽ 2008 ഇവർ എന്നേക്കുമായി നമ്മൾ വിട്ടുപോയി. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള സർല ഥക്രാലിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു.